യിരെമ്യാവ് 32:27 ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്കു കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എല്ലാ വഴികളും അടഞ്ഞുപോയതിനാൽ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ക്രിസ്തുവേശുവിൽ വാത്സല്യ സഹോദരങ്ങളെയും, ഉൽപ്പത്തി 18:14 ദൈവം നൽകിയ വാഗ്ദത്തം നിറവേറുവാനുള്ള സാധ്യതകൾ നഷ്ടപ്പെട്ടതിനാൽ ഇനിയും അത് നിറവേറും എന്ന വിശ്വാസമില്ലാതിരുന്ന അബ്രഹാമിനോട് യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന് യഹോവ ചോദിച്ചതും ആ വാഗ്ദത്തം നിറവേറപ്പെടുമെന്ന് പറഞ്ഞതും രേഖപ്പെടുത്തിയിരിക്കുന്നതിനാലും 2 കൊരിന്ത്യർ 1:20 ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രയെന്ന് എഴുതിയിരിക്കുന്നതിനാലും നിങ്ങൾ സങ്കടപ്പെടാതെ ധൈര്യമായിരിക്കുക. ഇന്ന് നിങ്ങൾക്ക് ഏതെല്ലാം കഷ്ടങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും അപവാദങ്ങളും അപമാനങ്ങളും നേരിടേണ്ടി വന്നാലും നിങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസവും പ്രതീക്ഷയും കൈവിടാതെ റോമർ 4:17 പറഞ്ഞിട്ടുള്ളതുപോലെ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം എന്നതിനാൽ നിങ്ങൾ വിശ്വാസത്തോടും പ്രതീക്ഷയോടും ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുക. നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം എത്ര സങ്കീർണമായതാണെങ്കിലും അത് പരിഹരിച്ചു തരുവാൻ ദൈവം സർവശക്തനാകുന്നു. ലൂക്കോസ് 1:37 ദൈവത്തിന്റെ ദൂതൻ മറിയയോട് പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ച മറിയയോട് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് മറുപടി പറഞ്ഞതുപോലെ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടിയായി ദൈവത്തിന് നിങ്ങളോടും ചോദിക്കുവാനുള്ളത് എനിക്കു കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്നു തന്നെയാണ്. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.